അസ്സലാമലൈക്കും. എല്ലാവരും ടൈം ടേബിൾ വെച്ചിട്ടാണോ പഠിക്കുന്നത്? ഇപ്പോൾ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഇട്ടിട്ട് അതനുസരിച്ചിട്ടാണോ? അതോ ഇനി നമുക്ക് ഇപ്പോൾ പോയി ഒരു ബുക്ക് എടുത്തു പഠിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ സബ്ജക്റ്റ് വേണ്ട, വേറെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിക്കുന്നത്? എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു കാര്യമുണ്ട്, ജോലി. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിൽ എന്തായാലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി പഠിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ടൈം ടേബിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ടൈം ടേബിൾ, നമ്മുടെ ടൈം ടേബിൾ നമുക്ക് തന്നെ സെറ്റാക്കാം. നമ്മുടെ ടൈമും നമ്മുടെ പഠിക്കാവുന്നുള്ള കേപ്പബിലിറ്റിയും ഏറ്റവും കൂടുതൽ നന്നായിരുന്നത് നമുക്കാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ വീക്ക്, സ്ട്രോങ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ഒരു വേറെ കോഴ്സ് ചെയ്യുന്നുണ്ടാവും, ഒപ്പം PSC പഠിക്കുന്നുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്കായി നന്നായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ടോപ്പിക്ക് വെച്ച് പഠിക്കാൻ പറ്റും? ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് അങ്ങ് പഠിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഒന്നാമത്തെ കുറച്ച് നേരം ഇരിക്കാൻ തന്നെ, ബുക്കിലോട്ട് ഇരിക്കാൻ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് അവേഴ്സ് ഇരിക്കാൻ തന്നെ അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് സബ്ജക്ട്സ് ഒന്നും ഒരു ദിവസം കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റില്ല. ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ദിവസം തന്നെ ആ ടൈം ടേബിൾ ഇട്ട് എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ദിവസവും കറക്റ്റായിട്ട് അതേ ടൈം, അപ്പോൾ 1 to 2 ആണെങ്കിൽ ഓക്കെ, ആ 1 to 2ൻ്റെ ഉള്ളിൽ ഞാനെല്ലാം കംപ്ലീറ്റ് ആക്കി, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അത് ബിഗിനേഴ്സിന് മാത്രമല്ല, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയവർക്കും, ഇപ്പോൾ PSC ഓൾറെഡി എഴുതി കുറേ ആയവർക്കും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കറക്റ്റ് ആ സമയത്തൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സിലബസ് വേണം. ഏത് എക്സാമാണോ നമ്മൾ എഴുതാൻ പോകുന്നത് ആ സിലബസ് നോക്കിയ ശേഷമാണ് ഏത് സബ്ജക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇത്ര നേരം ഇപ്പോൾ നമുക്ക് ഒട്ടും അറിയാത്ത സബ്ജക്റ്റ് ആണെങ്കിലും കുറച്ച് കൂടുതൽ സമയം എടുക്കുക. അങ്ങനെ നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ എക്സാമുകളും എഴുതണമെന്നില്ല. ചിലത് മാത്രമേ എഴുതുള്ളൂ. ഇപ്പോൾ നമ്മുടെ സിലബസ് തമ്മിൽ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ LGS ആയാലും LDC, ഡിഗ്രി ലെവൽ ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവർ തമ്മിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാൻ കേട്ടോ, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് എക്സാമാണോ എഴുതാൻ പോകുന്നത്, ഇനിയിപ്പോൾ എല്ലാം മിക്സ്, ഇപ്പോൾ ഞാനെന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എഴുതാൻ പോകുന്നുണ്ട്, LGS എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കോമൺ വരുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഒരുമിച്ച് ആ ടൈം ടേബിളിൽ കൊണ്ടുവരണം. പിന്നെ ബാക്കി അതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഓരോ ആൾക്കാരും അവർ പഠിക്കുന്ന രീതികൾ, പിന്നെ അവർ ഏതൊക്കെ എക്സാമാണോ എഴുതുന്നത് അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. പിന്നെ ആ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞിട്ട് ഫുള്ള് ഞാനിപ്പോൾ ഇത് തീർക്കും അങ്ങനെ വിട്ട് നമ്മൾ സ്പീഡ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ടൈം കഴിഞ്ഞു, ഇപ്പോൾ 2 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെ ഞാൻ ഈ സബ്ജക്റ്റ് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് പോലും എനിക്ക് ഈ സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. നമ്മൾ ഏതാണോ പഠിക്കുന്നത് അത് തീർത്തിട്ട് നമ്മൾ അടുത്തെടുത്താൽ മതി. കാരണം നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു 10 ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ഇപ്പോൾ അരമണിക്കൂറിൽ ആ 10 ടോപ്പിക്ക് വേഗം പഠിച്ചു, പക്ഷേ ഒന്നും ഓർമ്മയില്ല, എന്നിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് 2 ടോപ്പിക്കാണ് ആ ഹാഫ് ആൻ അവർ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മൾ സൂപ്പറായി പഠിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് അടിപൊളി. അങ്ങനെ പഠിച്ചാൽ മതി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം എല്ലാവർക്കും നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും എത്തണം. അപ്പോൾ അതിന് ടൈം ടേബിൾ നമ്മൾ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലൊന്ന് പഠിക്കും, നമുക്കെല്ലാവരും അങ്ങനെ, നമ്മൾ ടഫായത് നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കും. കാരണം അതിന് അപ്പോൾ നമ്മൾ ഈസി ചെയ്ത് കുറച്ചൊന്ന് വിടും. അപ്പോൾ അങ്ങനെ പറ്റില്ല. നമ്മൾ എല്ലാതും കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഈ സബ്ജക്റ്റ് നമുക്ക് എല്ലാതും അപ്പോൾ ഓർമ്മ വരും.
നമ്മൾ ഈ ടോപ്പിക്സൊക്കെ ഈ ടൈം ടേബിൾ ഇൻക്ലൂഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് മിസ്സാവില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മിസ്സാവും. ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഒരു 15 ദിവസം മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തന്നെ നേരെ സമയം ഉണ്ടാവില്ല, ഒക്കെ റിവിഷന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയ്യോ പഠിച്ചോനെ ഇത് ഞാൻ വിട്ടല്ലോ അത് വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. കാരണം റിവിഷൻ തന്നെ ഒരു ലോഡ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പുതിയതും കൂടെ പഠിക്കാമെന്ന് പറയുമ്പോൾ ആകെ ടെൻഷനായി പോവും. ഞാനൊരു ചെറിയ സജഷനാണ് കേട്ടോ പറയുന്നത്. ഇഷ്ടമായവർക്ക് അതൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയവർക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും, ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു കുഞ്ഞ് ടൈം ടേബിൾ ഉണ്ടാക്കി നോക്ക്. എല്ലാ സബ്ജക്റ്റും ഒരുപാട് ടോപ്പിക് അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അതനുസരിച്ചിട്ട് പഠിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും, ഓക്കെ വ്യത്യാസങ്ങളുണ്ട്, എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതിലെല്ലാ സബ്ജക്റ്റും അപ്പോൾ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യും വേണം കേട്ടോ, അപ്പോഴാണ് അത് കറക്റ്റായി പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയതിൽ ഇപ്പോൾ ജോഗ്രഫി നമ്മൾ ബേസിക്സ് ഓഫ് ജോഗ്രഫിയാണ് നമ്മൾ ഫസ്റ്റ് ഡേ, അത് മാത്രമാണ് നമ്മൾ പഠിച്ചത് ജോഗ്രഫീൻ്റെന്ന് വിചാരിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതേ ദിവസം തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് 2 ടോപ്പിക്കും ചിലപ്പോൾ ഫുള്ളായി കവർ ചെയ്ത് പോകുമായിരിക്കും. ചിലപ്പോൾ ഒന്ന് കുറച്ച് പഠിക്കാൻ പറ്റി, ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഒന്ന് കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആവണ്ട. നമ്മൾ പിറ്റേ ദിവസം ആ പഠിച്ചത് കഴിഞ്ഞത് തൊട്ടിട്ട് പഠിക്കുക. അത് അപ്പം തന്നെ പിറ്റേ ദിവസം നമുക്ക് വേറൊരു ടോപ്പിക് ഉണ്ടാവും നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതിൽ. അപ്പോൾ അതിൽ കുറച്ച് അതിൽ കുറച്ച് പഠിക്കുക. കഴിയുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ തിരക്ക് പിടിക്കണ്ട, സമാധാനത്തിൽ പഠിച്ചാൽ മതി. ഇത് പഠിച്ച് കംപ്ലീറ്റ് തലയിൽ കയറ്റുന്നത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പം നമ്മൾ കുറച്ച് ക്ഷമിച്ചാലും കുഴപ്പമില്ല. കുറച്ച് ജോഗ്രഫിയോടും കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജിനോടൊക്കെ കുറച്ച് നമ്മൾ ക്ഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് ക്ഷമയോടെ ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ടൈം ടേബിൾ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ഞാൻ കുറേ ഇവിടെ പഠിച്ച് അങ്ങനെ ചവറ് പോലെ പഠിക്കാതെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും.